തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായി. അപ്പം കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ നോമ്പ് തുറക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ നമ്മൾ CST പോവുകയാണ് നോമ്പ് തുറക്കാൻ. എല്ലാവരും ഉണ്ട്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം, CST നോമ്പ് തുറ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഒരുപാട് വിഭവങ്ങളുണ്ട്, നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയാൻ വയ്യ നോമ്പാണെന്ന്. ഞാൻ ആൾറെഡി കഴിക്കുമ്പോൾ 11-12 മണിയാവും, അതുകൊണ്ടൊന്നും അറിയാൻ വയ്യ. പിന്നെ കുറച്ച് സമയം കൂടെ അല്ലേ ഉള്ളൂ. മുംബൈ ഇഫ്താർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കടയുടെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ആൾറെഡി ഇതിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. അടിപൊളി ഷോപ്പാണ്. ഈ മുംബൈയിലൊക്കെ ഉള്ളവര്, CST അടുത്തൊക്കെ ഉള്ളവര് അവിടെ പോകണം. നല്ല അടിപൊളി ഫുഡാണ്, നാടൻ ഐറ്റംസ് കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിനിമയിലൊക്കെ കാണുന്ന നമ്മുടെ റിയൽ മുംബൈയിലാണ്, മുംബൈ ടൗണിലാണ്. അപ്പോൾ നമ്മുടെ ഈ CST പല ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണണം. കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പ് തുറയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബോംബെ റെസ്റ്റോറൻറ്റ് ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നോമ്പ് തുറയ്ക്ക് ഞങ്ങൾ നാട്ടിൽ ഈ സമയത്തൊക്കെ ഒരുപാട് നോമ്പ് തുറകൾ ഫ്രണ്ട്സിൻ്റെയും കുടുംബക്കാരെയും വകയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ മുംബൈ നിൽക്കുമ്പോൾ അത്രയും അറിയാവുന്നവരില്ലാത്തതുകൊണ്ടും വീട്ടിലെ ഒരു 4 മുറിക്കകത്തുള്ള നോമ്പ് തുറയാണ്. അപ്പോൾ അങ്ങനെ മടുക്കുമ്പം നമ്മൾ പുറത്തോട്ട് പോകുമ്പം ഈ കടയിലോട്ടാണ് വരുന്നത്. നമുക്ക് കല്യാണിയിൽ നിന്ന് 10-60 കിലോമീറ്റർ ഉണ്ട്. ട്രെയിനിൽ വരുമ്പം അതറിയത്തില്ല. ബോംബെ റെസ്റ്റോറൻറ്റ് നോമ്പ് തുറ എന്ന് പറയുമ്പോൾ അതായത് ആദ്യമേ എല്ലാം ടേബിളിലും സെറ്റാക്കി വെച്ചിരിക്കും സാധനങ്ങൾ. ശരിക്കും വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സമയത്ത് ബോംബെ ടൗൺ നിങ്ങൾക്കറിയാം, പല ആൾക്കാർ വരുന്ന നല്ല ക്രൗഡായിട്ടുള്ളൊരു സിറ്റിയാണ്, ഒരു ടൗൺ ആണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ ഹോട്ടലിൽ വരും. അവരിൽ നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും ഉണ്ടായിരിക്കും, പല മതത്തിൽപ്പെട്ടവരുണ്ടായിരിക്കും. പക്ഷെ നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്ക് വിളി സമയം നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അങ്ങനെ നോമ്പുള്ളവർ ബാങ്ക് വിളി കേട്ടിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുമിച്ചാണ് അവരും ഫുഡ് കഴിക്കുന്നത്. അത്രയും ഒരു ഐക്യത്തോടുള്ളൊരു സ്ഥലമാണ് ഈ CSMT എന്ന് പറയുന്നത്. എനിക്കതാണ് ഏറ്റവും CSMT വരാനും ഒക്കെ ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇതാണ്. അങ്ങനെ നമ്മൾ നോമ്പ് തുറ ആയി, പിള്ളേരും വൈഫും ഞാനും എല്ലാം വെയിറ്റിംഗ് ആണ്. അങ്ങനെ ബാങ്ക് കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ, ചുറ്റുമുള്ളതൊന്നും നമ്മളറിഞ്ഞില്ല. ആരാദ്യം പ്ലേറ്റ് കാലിയാക്കുമെന്നുള്ള തത്രപ്പാടിലായിരുന്നു തള്ളയും മക്കളും ഞാനും എല്ലാം. നോമ്പ് തുറ കാര്യമായിട്ട് തുറന്ന് ഇനിയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള സ്പെഷ്യൽ ഐറ്റംസ് എങ്ങനെയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യും, എങ്ങനെയൊക്കെ കഴിക്കുമെന്നാണ്. കാര്യം എന്ന് വെച്ചാൽ വയറിൽ അതിനുള്ള സ്ഥലം കാണില്ല. നോമ്പ് തുറന്ന് പറഞ്ഞേ കുറച്ച് വെയിറ്റ് ചെയ്ത് വേണം നമുക്ക് ബാക്കി ഫുഡുകളൊക്കെ കഴിക്കാൻ. അതുകൊണ്ട് സാവധാനം ആദ്യം മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും രണ്ടായിട്ട് ഓർഡർ ചെയ്തു. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം, ഈ സമയത്ത് പറയണത് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, ബീഫൊക്കെ വായ്ക്കകത്ത് കുത്തിക്കയറ്റുന്ന സമയമാണിത്. അടിപൊളി ചൂട് നല്ല വലിയ പൊറോട്ടയും കിടിലം ബീഫ് റോസ്റ്റും മേടിച്ച് ആ പൊറോട്ടയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കീറി കുറച്ച് ബീഫ് എടുത്ത് വായിലോട്ട് വയ്ക്കുമ്പം എൻ്റെ മോനെ. അപ്പം ഇപ്രാവശ്യത്തെ നോമ്പുറ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത മുംബൈ നല്ല വീഡിയോകളായിട്ട് കാണാം. ബോംബെ റെസ്റ്റോറൻറ്റ് മറക്കണ്ട, അടിപൊളി ഫുഡാണ്. അപ്പോൾ ഓക്കെ.